ധൈര്യം കൊണ്ടാണ് അവർ ഒറ്റയ്ക്ക് പേരെ വെച്ച് താമസിക്കുകയും ചെയ്യും. ഇവിടെ ജീവിക്കാനുള്ള മാർഗ്ഗങ്ങളും പൈസകളും ഒക്കെ ഉണ്ടാക്കാനുള്ള പണിയൊക്കെ അവരെടുത്തോണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് അതിനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും ആശ്രയിച്ചെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം പോകുള്ളൂ. ഇത് കുട്ടിയമ്മ, പ്രായം 75. കോട്ടയത്തെ പൂഞ്ഞാറിൽ നിന്ന് കാസർഗോഡ് കോടോമ്പളൂരിലെ മുട്ടിച്ചരൽ എന്ന ഗ്രാമത്തിലെത്തുമ്പോൾ കുട്ടിയമ്മയ്ക്ക് പ്രായം 40-ൽ താഴെ. ദേഹോപദ്രവം സഹിക്കാൻ പറ്റാതെയായതിനാൽ ഭർത്താവിനെ പണ്ടേ ഉപേക്ഷിച്ചിരുന്നു. കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ഏക മകൻ അമ്മയെ ഉപേക്ഷിച്ചപ്പോൾ കുട്ടിയമ്മ ഒറ്റക്കായി. മടങ്ങിപ്പോകാൻ പൂഞ്ഞാറിലെ ഉന്നതിയിൽ ഭൂമിയോ വീടോ ഇല്ല. വെറുതെ കിടന്ന ഈ പാറപ്പുറത്ത് ഒരു കുടിൽ കെട്ടി. അക്വേഷ്യക്കമ്പുകൾ, പ്ലാസ്റ്റിക് ഷീറ്റുകൾ, വീണ് കിട്ടിയ ഓലകൾ, കുട്ടിയമ്മയുടെ തണൽ. ഇതൊക്കെ നല്ലപോലെ കെട്ടിയിരുന്ന വീടാ. ഞാൻ ഉള്ളിലാണ് കിടന്നോണ്ടിരുന്നത്. ആ കട്ടിലിനകത്തായിരുന്നു. വെയിലും മഴയും വന്നു, ചൂടും തണുപ്പും വന്നു, കാറ്റ് വന്നു, പേടിച്ചില്ല. രാത്രിയൊക്കെ പേടിയാവൂല നമുക്ക്? എന്തിന്? ഇവിടെ ഒന്നും പേടിക്കണ്ട. എന്നാലും കാറ്റ് മഴയൊക്കെ വരുമ്പോൾ അതും പേടിയില്ല. കാറ്റ് പെരക്കി അടിച്ചിട്ടേ ഇല്ലായിരുന്നു. കാറ്റ് വരുമ്പോൾ ഞാൻ ദൈവങ്ങളെ വിളിക്കും, പടിഞ്ഞാട്ടമ്മ വിളിക്കും, അമ്മ പെരക്കി കാറ്റടിപ്പിക്കല്ലേ. ഏതാ പടിഞ്ഞാട്ടമ്മ? കടലമ്മ. എല്ലാവരും കടലമ്മ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാട്ടമ്മ പറഞ്ഞേ. ഞാനൊന്ന് കടപ്പുറം പോയിക്കൊണ്ടിരുന്ന ആ വെള്ളത്തിൽ ഇറങ്ങി നടക്കും ഞാൻ. 3 പതിറ്റാണ്ടോളം കുട്ടിയമ്മ ഇവിടെ ജീവിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി നടന്ന സർവേ കുട്ടിയമ്മയുടെ ജീവിതം കണ്ടു. സർക്കാർ പറഞ്ഞു വെച്ചാൽ ഷെൽട്ടർ ഹോമിൽ, അതായത് വേറെ ആരും നോക്കാനില്ലാത്തവർ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ഒരു 10-25 വർഷം ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പോൾ ഇവർ ഇവിടുന്ന് മാറിപ്പോവാൻ തയ്യാറല്ല. കുട്ടിയമ്മയുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ സർക്കാർ തീരുമാനിച്ചു. കോടോമ്പളൂർ പഞ്ചായത്തും നാട്ടുകാരും ഒരുമിച്ചു. ഒരാധാർ കാർഡ് മാത്രം കയ്യിലുണ്ടായിരുന്ന കുട്ടിയമ്മയ്ക്കിപ്പോൾ വോട്ടർ ID കാർഡായി, റേഷൻ കാർഡായി, ബാങ്ക് അക്കൗണ്ടായി, എല്ലാ മാസവും പെൻഷനായി, 7 സെന്റ് ഭൂമിയായി, അതിൽ നല്ലൊരു വീടായി, വീട്ടിലേക്ക് കുടിവെള്ളമായി.